പ്രിയ വിദ്യാർത്ഥികളെ, VHSE കരിയർ ഗൈഡൻസ് ഓൺലൈൻ ബയോളജി ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ബോട്ടണിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ജീവജാലങ്ങൾ ലൈംഗിക അലൈംഗിക പ്രത്യുൽപാദന രീതിയിലൂടെ പ്രത്യുൽപാദനം നടത്തുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് സഹായകമാവുന്ന സവിശേഷതയാണ് റീപ്രൊഡക്ഷൻ. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ലൈഫ് സ്പാൻ എന്താണെന്ന് മനസ്സിലാക്കാം. ലൈഫ് സ്പാൻ ഈസ് ദ പീരീഡ് ഫ്രം ബർത്ത് ടു ദ നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലഘട്ടമാണ് ലൈഫ് സ്പാൻ. ചിത്രം നിരീക്ഷിച്ച് വിവിധ ജീവികളുടെ ലൈഫ് സ്പാൻ നോക്കി കുറിപ്പ് തയ്യാറാക്കുക. From the figure, it is clear that lifespan is not correlated to the size of an organism. അതായത് ലൈഫ് സ്പാനിന് ജീവജാലങ്ങളുടെ വലിപ്പവുമായി ബന്ധമില്ല. നെക്സ്റ്റ് ടോപ്പിക്, റീപ്രൊഡക്ഷൻ. മാതാപിതാക്കൾ അവയ്ക്ക് സമാനമായ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഓർഗാനിസം പ്രൊഡ്യൂസ് യങ് വൺസ് ഓർ ഓഫ്സ്പ്രിങ്സ് സിമിലർ ടു പാരൻസ്. ചാർട്ട് നിരീക്ഷിക്കുക. പ്രത്യുൽപാദനം രണ്ട് തരമാണ്: ASEXUAL റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും. അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും. തന്നിരിക്കുന്ന ടേബിളിൽ ASEXUAL റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം കാണാം. അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള വ്യത്യാസം ഇനി പറയുന്നവയാണ്. ആദ്യത്തേത്, ഇൻ ASEXUAL റീപ്രൊഡക്ഷൻ ഓഫ്സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സിംഗിൾ പാരൻസ്, വൈൽ ഇൻ sexual reproduction two parents belonging to opposite sexes are involved. അലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഒരു പാരന്റ് മാത്രം പങ്കെടുക്കുമ്പോൾ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വ്യത്യസ്ത ലിംഗങ്ങളുള്ള രണ്ട് പാരന്റുകൾ പങ്കെടുക്കുന്നു. അടുത്തത്, there is no fusion of gametes in asexual reproduction, but in sexual reproduction fusion of male and female gametes are involved. അതായത് ലിംഗകോശങ്ങളുടെ സംയോജനം അലൈംഗിക പ്രത്യുൽപാദനത്തിലില്ല, അതേസമയം ലിംഗകോശങ്ങളായ പുംബീജവും അണ്ഡവും ലൈംഗിക പ്രത്യുൽപാദനത്തിൽ സംയോജിക്കുന്നു. ലാസ്റ്റ് ഡിഫറൻസ്, ഇൻ asexual reproduction individual produced are morphologically and genetically identical to parents and are called as clones. അതായത് ഉണ്ടാകുന്ന സന്താനങ്ങൾ ജനിതകപരമായും രൂപപരമായും സാമ്യത ഉള്ളവയാണ്. ഇത്തരം സന്താനങ്ങളെ ക്ലോൺ എന്നറിയപ്പെടുന്നു. ബട്ട് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓഫ്സ്പ്രിങ്സ് ഷോ വേരിയേഷൻ ഫ്രം പാരൻസ് ഡ്യൂ ടു റീകോമ്പിനേഷൻ. ലൈംഗിക പ്രത്യുൽപാദനം വഴിയുണ്ടാകുന്ന സന്താനങ്ങൾ വ്യതിയാനം കാണിക്കുന്നു. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള വിവിധ അലൈംഗിക പ്രത്യുൽപാദന രീതികൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ആദ്യത്തേത്, അമീബയുടെ ദ്വിവിഭജനം. At the time of binary fission, the amoeba withdraws pseudopodia and becomes spherical in shape. The nucleus splits longitudinally and divides into two daughter nuclei. These daughter nuclei move towards opposite poles. This is followed by the elongation of the parent cell. A fissure appears in the middle of the cytoplasm between the two daughter nuclei, dividing the cells into two equal halves. Thus, two daughter amoebae are produced from a single parent. അടുത്തതായി ഈസ്റ്റ് കോശങ്ങളുടെ ബഡ്ഡിംഗ് കാണാം. When placed on an appropriate growth medium, yeast cells divide by budding. A protuberance appears on the surface of the cell and grows into the spherical bud. The bud neck is pinched off. Both the old and the new cells continue budding. In real life, the cell cycle is not a matter of seconds, it takes about 2 hours. A bud starts its separate life in stage G1. Each cell has a nucleus invisible without special stains. DNA synthesis begins at the time of bud initiation or a little before it. The S period of DNA synthesis extends over 1/3 to 1/2 of the cell cycle. The nucleus stretches out through the neck into the bud, then divides into two equal nuclei, one on each side of the neck.
The cell cycle is completed with the formation of a wall between mother and daughter cells. The mother and daughter cells and all their descendants are genetically identical and constitute a clone. വിവിധതരം അലൈംഗിക പ്രത്യുൽപാദന രീതികൾ നമുക്ക് പഠിക്കാം. Asexual reproduction is common in single-celled organisms. നേരത്തെ കണ്ട വീഡിയോകളിൽ നിന്നും ഏകകോശ ജീവികളിലാണ് asexual reproduction സർവ്വസാധാരണയായി കാണുന്നത് എന്ന് മനസ്സിലായല്ലോ. Plants or animals with a simple body organization also show asexual reproduction. താരതമ്യേന ലഘുവായ ശരീരഘടനയുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും അലൈംഗിക പ്രത്യുൽപാദനം കാണപ്പെടുന്നു. Different types of asexual reproduction are: first one, cell division അഥവാ കോശ വിഭജനം. In protist and monera, cell divide to form new individual. ഏകകോശ ജീവികളായ പ്രൊട്ടിസ്റ്റുകളിലും മൊനീറകളിലും കോശ വിഭജനം വഴിയാണ് പുതിയ സന്താനങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തത് ബൈനറി ഫിഷൻ അഥവാ ദ്വിവിഭജനം. In binary fission, parent cell divides into two halves and each rapidly grow into an adult. അതായത് പാരന്റ് സെൽ രണ്ട് കോശങ്ങളായി വിഭജിച്ച് ഓരോന്നും പൂർണ്ണ വളർച്ചയുള്ള സന്താനങ്ങളാകുന്നു. അമീബയിലും പാരമീസിയത്തിലും ബൈനറി ഫിഷൻ കാണപ്പെടുന്നു. അമീബയുടെ ദ്വിവിഭജനം ചിത്രം നോക്കി മനസ്സിലാക്കുക. മൂന്നാമത്തെ രീതിയാണ് ബഡ്സ് ഓർ ബഡ്ഡിംഗ്. In budding, cell division is unequal, producing small buds. Buds detaches from the parent body and develop into new individual. ബഡ്സിൽ തുല്യമല്ലാത്ത വിഭജനം മൂലം മുകുളങ്ങൾ ഉണ്ടാവുകയും പാരന്റ് ബോഡിയിൽ നിന്ന് ഇവ വേർപെട്ട് പുതിയ ജീവിയായി മാറുകയും ചെയ്യുന്നു. ഈസ്റ്റും ഹൈഡ്രയും ബഡ്ഡിംഗ് കാണിക്കുന്നു. ഈസ്റ്റിലെ ബഡ്ഡിംഗ് രീതി ചിത്രം നോക്കി മനസ്സിലാക്കുക. Next, multiple fission in amoeba. Amoeba reproduce asexually by multiple fission. It occur during unfavorable environmental condition. പ്രതികൂല കാലാവസ്ഥയിൽ അമീബ ബഹുവിഭജനം വഴി പ്രത്യുൽപാദനം നടത്തുന്നു. Encystation, multiple fission, formation of pseudopodiospores and sporulation are the steps involved in the asexual reproduction during unfavorable condition. പ്രതികൂല കാലാവസ്ഥയിൽ അമീബയിലെ അലൈംഗിക പ്രത്യുൽപാദന രീതിയിലെ ഘട്ടങ്ങളാണ് എൻസിസ്റ്റേഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ, ഫോർമേഷൻ ഓഫ് സ്യൂഡോപോഡിയോസ്പോർസ് ആൻഡ് സ്പോറുലേഷൻ. Formation of thick covering after the withdrawal of pseudopodia is called encystation. പ്രതികൂല കാലാവസ്ഥയിൽ കപടപാദങ്ങൾ ഉൾവലിച്ച് കട്ടിയുള്ള ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എൻസിസ്റ്റേഷൻ. During the return of favorable condition, minute amoeba called pseudopodiospores are produced through multiple fission. അനുകൂല കാലാവസ്ഥ തിരിച്ചു വരുമ്പോൾ ബഹുവിഭജനം വഴി അനേകം സൂക്ഷ്മ അമീബകളായ സ്യൂഡോപോഡിയോസ്പോറുകൾ ഉണ്ടാകുന്നു. Finally, cyst wall break and the pseudopodiospores are liberated. This process is called sporulation. സിസ്റ്റ് വാൾ പൊട്ടി സ്യൂഡോപോഡിയോസ്പോറുകൾ സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് സ്പോറുലേഷൻ. പ്രതികൂല കാലാവസ്ഥയിൽ അമീബയുടെ അലൈംഗിക പ്രത്യുൽപാദന രീതിയുടെ ഘട്ടങ്ങൾ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കുക. ചിത്രത്തിൽ എൻസിസ്റ്റേഷൻ, മൾട്ടിപ്പിൾ ഫിഷൻ, സ്യൂഡോപോഡിയോസ്പോർ എന്നിവ കാണുക. ടേബിളിൽ വിവിധ തരത്തിലുള്ള അലൈംഗിക പ്രത്യുൽപാദന രീതിയും അവ കാണപ്പെടുന്ന ജീവികളുടെ പേരും തന്നിരിക്കുന്നു. അമീബയിലും പാരമീസിയത്തിലും ബൈനറി ഫിഷനും ഈസ്റ്റിൽ ബഡ്ഡിംഗ് മെത്തേഡും ആണെന്ന് പഠിച്ചുവല്ലോ.
An algae named Chlamydomonas reproduce asexually by the production of zoospores. Penicillium and ascomycetes fungi reproduce asexually by conidia. Buds are the asexual reproductive method in Hydra. Internal ബഡുകളായ ജമ്യൂളുകളാണ് സ്പോഞ്ചസിൻ്റെ asexual reproductive method. ഒന്നാം വർഷ ക്ലാസ്സിൽ സ്പോഞ്ചുകൾ ഫൈലം പോറിഫറയിൽ ഉൾപ്പെടുമെന്ന് പഠിച്ചത് ഓർക്കുക. ചിത്രത്തിൽ കാണുന്ന വിവിധ സസ്യങ്ങളും അവയുടെ പ്രത്യുൽപാദന രീതിയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. സസ്യങ്ങളിലെ അലൈംഗിക പ്രത്യുൽപാദന രീതി ഏതാണ്? You can see ginger and potato. Which part of plant is used for propagation? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഐക്കോർണിയ എന്ന സസ്യത്തെ പരിചയമുണ്ടല്ലോ. കുളവാഴ അഥവാ പോള എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിന്റെ പ്രജനന രീതി ഏതാണ്? അഗേവ് എന്ന സസ്യവും അതിൻ്റെ ഇൻഫ്ലോറസൻസും കാണുക. നിങ്ങളുടെ പരിസരത്തിൽ ഈ സസ്യം ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഏറെ പരിചിതമായ ഇലമുളച്ചി എങ്ങനെയാണ് പ്രജനനം നടത്തുന്നതെന്ന് തിരിച്ചറിയുക. നേരത്തെ നിരീക്ഷിച്ച സസ്യങ്ങളിലെ പ്രത്യുൽപാദന രീതിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നറിയപ്പെടുന്നത്. Asexual reproductive method in plants are called vegetative propagation. Here, offsprings are developed from asexual reproductive structure called vegetative propagule. സസ്യങ്ങളിൽ കാണപ്പെടുന്ന അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം. കായിക പ്രജനനത്തിന് സഹായിക്കുന്ന സസ്യഭാഗങ്ങളെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്നറിയപ്പെടുന്നു. വിവിധ സസ്യങ്ങളിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏത് എന്ന് നോക്കാം. ട്യൂബർ ഇൻ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങിലെ ട്യൂബർ. റൈസോം ഇൻ ജിഞ്ചർ ആൻഡ് ബനാന, ഇഞ്ചിയിലെയും വാഴയുടെയും ഭൂകാണ്ഡങ്ങൾ. ബൾബിൽ ഓഫ് അഗേവ്, അഗേവ് എന്ന സസ്യത്തിലെ ഫ്ലവർ ബഡുകളായ ബൾബിലുകൾ. ലീഫ് ബഡ് ഇൻ ബ്രയോഫില്ലം, ഇലമുളച്ചിയിലെ ഇലമുകുളങ്ങൾ. ഓഫ്സെറ്റ് ഓഫ് ഐക്കോർണിയ, ഐക്കോർണിയ എന്ന സസ്യത്തിലെ ഓഫ്സെറ്റ്. ഐക്കോർണിയെ കോമൺലി നോൺ ആസ് ടെറർ ഓഫ് ബംഗാൾ ഓർ വാട്ടർ ഹയാസിൻസ്. നിങ്ങളുടെ പരീക്ഷയിൽ വൈ ഐക്കോർണിയ ഈസ് കാൾഡ് വാട്ടർ ഹയാസിൻസ് ഓർ ടെറർ ഓഫ് ബംഗാൾ. Eichornia is an invasive weed. Its growth in water body drains oxygen from water and leads to the death of fish. Fish death was high in Bay of Bengal. So it is called water hyacinth or terror of Bengal. അധിനിവേശ കളകളായ കുളവാഴ ജലാശയങ്ങളിലെ ഓക്സിജൻ കുറയാൻ കാരണമാവുകയും തന്മൂലം മത്സ്യങ്ങളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവയെ ജലാശയങ്ങളുടെ ശല്യക്കാരൻ എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ അഗേവിലെ ഫ്ലവർ ബഡ് ആയ ബൾബിലും ഇലമുളച്ചിയുടെ ലീഫ് ബഡുകളും നിരീക്ഷിക്കുക. നേരത്തെ പ്രതിപാദിച്ച വിവിധ അലൈംഗിക പ്രത്യുൽപാദന രീതികളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. സൂസ്പോർ ഓഫ് ക്ലാമിഡോമോണാസ്, കൊനീഡിയ ഓഫ് പെൻസിലിയം, ബഡ്സ് ഓഫ് ഹൈഡ്ര, ജമ്യൂൾ ഇൻ സ്പോഞ്ചസ്. You can also see tuber of potato, rhizome of ginger, bulbil of agave, leaf bud of bryophyllum, offset of water hyacinth. ചിത്രങ്ങൾ തിരിച്ചറിയാൻ ശ്രദ്ധിക്കുമല്ലോ. In this portion, we have discussed the lifespan of various organisms, difference between asexual and sexual reproduction, and various methods of
asexual reproduction. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ: ഒന്ന്, പ്രിപ്പയർ എ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ടേംസ്. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അടിസ്ഥാനമാക്കി പട്ടിക തയ്യാറാക്കുക. എ, ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസം. ബി, asexual reproductive structure in organisms. C, vegetative propagules in plant. Second question, write down the type of asexual reproductive methods in amoeba. അമീബയിലെ അലൈംഗിക പ്രത്യുൽപാദന രീതികൾ ഏവ? താങ്ക് യു.